ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. അമ്മച്ചിയൊന്ന് വീണത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വീണിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് ഇച്ചിരി ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തിയേക്കുവാണ്. അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. ഞാൻ നിങ്ങളോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനും കൂടെ വേണ്ടിയാണ് വന്നത്. നിങ്ങളാരും ഈ തെറ്റ് ആവർത്തിക്കരുത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ഒരു ഉത്സവം നടന്നു, പള്ളിപ്പെരുന്നാൾ നടന്നു, അല്ലെങ്കിൽ നമ്മൾ ദൂരെ എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയി അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ ഏതാണോ പ്രതിഷ്ഠ അവിടുന്ന് കുറേ ഫോട്ടോകളും വിഗ്രഹങ്ങളും എല്ലാം നമ്മളിങ്ങനെ മേടിച്ചുകൊണ്ട് വരും. അതിപ്പോൾ ഒരു ഉത്സവം നടന്നാലും പെരുന്നാൾ നടന്നാലും എല്ലാം മേടിച്ചുകൊണ്ട് വരും. അന്നേരം കണ്ട് അന്നേരത്തെ ഇഷ്ടം തോന്നിയിട്ടാണ് നമ്മളിതെല്ലാം മേടിച്ചു കൂട്ടുന്നത്. പൂജാമുറി ഉള്ളവരാണെങ്കിൽ കൊണ്ടുവന്ന് പൂജാമുറിക്കകത്തൂടെ കൊണ്ടുവന്ന് അടുക്കി വയ്ക്കും, അല്ലെങ്കിൽ ഷോവാളിൽ വയ്ക്കും, അല്ലെങ്കിൽ ഭിത്തി വഴി എല്ലാം തൂക്കിയിടും. ഇതൊക്കെ കുറച്ച് കഴിയുമ്പം വീണ്ടും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഉത്സവമോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പം വീണ്ടും കാണുമ്പം മേടിച്ചുകൊണ്ട് വരും. അപ്പം നമുക്ക് ഈ പഴയതിനോടങ്ങ് താല്പര്യം കുറയും. ഉടനെ ഇതെല്ലാം പിറക്കി കൂട്ടിയുണ്ടല്ലോ നമ്മളൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കും. അല്ലെങ്കിൽ താഴെ വീണ് ഉടഞ്ഞ ഫോട്ടോയായിരിക്കും. അതിൻ്റെ പേപ്പറിന് കുഴപ്പം കാണത്തില്ല, അതിൻ്റെ ഗ്ലാസ്സേ പൊട്ടിപ്പോകത്തുള്ളൂ. ഇതെല്ലാം കൂടെ എന്ന് വെച്ചിട്ട് വാരി കൂട്ടിയിട്ട് ഒന്നെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ദൂരെ കളയും. അതല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കോ അതിൽ അയലോക്കംകാർക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ അയ്യോ ഇത് കണ്ടിത് കളയണ്ടോട്ടെ, ഇത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവരത് എടുത്തോണ്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് എവിടെയെങ്കിലും വേസ്റ്റ് കളയുന്ന കൂട്ടത്തിൽ കൊണ്ട് കളയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് മേടിച്ചുകൊണ്ട് വരുന്നതാണ്. ആ ഭഗവാനോടോ ഭഗവതിയോടോ ആരോടാണേലും നമുക്ക് ഇഷ്ടം തോന്നി, ഭക്തി തോന്നി, നമ്മളൊക്കെ വിളിച്ചാൽ വിളി കേൾക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം ഒരു ഫോട്ടോയിലിരിക്കുന്ന കൃഷ്ണനും അമ്പലത്തിലെ വിഗ്രഹത്തിൻ്റെ അകത്തിരിക്കുന്നതും എല്ലാം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, ശ്രീകൃഷ്ണൻ. അല്ലെ ദേവി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ അത്രയ്ക്ക് സ്നേഹിച്ച നമ്മൾ കൂട്ടുകൊടുത്തോണ്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു അദൃശ്യമായ ഒരു ശക്തി, ഒരു കരുതൽ ഈ കൂട്ടത്തിൽ ഇങ്ങ് പോരും. നമ്മളുണ്ടല്ലോ ചിലപ്പം നമുക്കറിയാൻ പാടില്ല, നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് കൊണ്ടുവന്ന് കളഞ്ഞു കഴിയും. ചിലപ്പോൾ ഈ ഒരു ഫോട്ടോയിലായിരിക്കും നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും അല്ലെ നമ്മുടെ വീട്ടിൽ വരാനിരിക്കുന്ന ദുർനിമിത്തങ്ങൾ, ആപത്തും അപകടവും ഒക്കെ ചിലപ്പോൾ മാറി തട്ടി മാറ്റി കളയുന്നത് ചിലപ്പോൾ ഈ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അങ്ങനെ ഒന്നും കളയരുത്. ഒരു പൊട്ടിപ്പോയി ഒരു ഫോട്ടോ ആയിക്കോട്ടെ, നമ്മളത് ദൂരെ ഒന്നും വലിച്ചെറിയാതെ അമ്പലത്തിൻ്റെ ആലിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി നമ്മളിത് വെക്കുക. പരമാവധി ഇപ്പം നമ്മുടെ വീട്ടിലൊരു കൃഷ്ണൻ്റെ വിഗ്രഹം അല്ലെ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോയുണ്ട്, മൂന്നാമതൊന്നും കൂടെ നമ്മൾ മേടിച്ചു കൂട്ടി കളയണ്ട. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒന്നേ ഉള്ളൂ. പല രീതിയിൽ പലര് ഫോട്ടോ ഉണ്ടാക്കുന്നു, അല്ലെ ഫ്രെയിം ചെയ്യുന്നു, അല്ലെ പലര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു. ഒറ്റ ഒരാളേ ഉള്ളൂ. നമ്മളിത് 100 ഒന്നും മേടിച്ച് കൂട്ടിയിട്ട് ഈ ദോഷങ്ങൾ ഉണ്ടാകരുത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുടുംബക്കാരുണ്ടായിരുന്നു. അവർ ഭയങ്കര ഭയഭക്തി ഇതുള്ള ഒരു മനുഷ്യരായിരുന്നു. അവർ ഒരു എന്നതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാതി പറയാൻ കൊള്ളത്തില്ല, ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെവിടെ പോയാലും ഇതുപോലെ ഫോട്ടോകളും വിഗ്രഹങ്ങളും മേടിച്ചുകൊണ്ട് വരും. അത് കഴിഞ്ഞ് എന്ത് പറ്റി, അവരുടെ മോൻ കല്യാണം കഴിച്ചു വന്നപ്പോഴത്തേനും മരുമകൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും താല്പര്യമില്ല. മരുമകളെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി പെങ്കൊച്ച. അവർ വന്നു കഴിഞ്ഞ ഉടനെ എന്ത് കാണിച്ചു, 1 2 ഫോട്ടോ എല്ലാം വെച്ചിട്ട് ഒരു കിറ്റിൽ ഇതെല്ലാം കൂടെ വാരി കിട്ടിയുണ്ടല്ലോ, ഇതിങ്ങനെ ഇന്നും ഇതിൻ്റെ ആവശ്യമില്ല, സ്റ്റുഡിയോയാണ് ഒരു ഫോട്ടോയുടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ടുപോയി ദൂരെ കൊണ്ടുപോയി കളഞ്ഞു. ഉടനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച ഇതെല്ലാം അവരുടെ മൈൻഡിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. അവരുടെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കുടുംബകലങ്ങളും ഒരു വിഷയവും ഇല്ല, നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും ഒക്കെ ഉള്ളവരാണ്. ഇഷ്ടം പോലെ റബ്ബർ തോട്ടവും ഒക്കെ ഉള്ളതാണ്. ആടും പശുവും പന്നിയും കോഴി എല്ലാം ഉണ്ട്. പിന്നെ പയ്യെ ഓരോ മൃഗങ്ങൾ ചത്തുപോകാൻ തുടങ്ങി. പിന്നെ അവർക്ക് രോഗങ്ങളായി തുടങ്ങി. ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ അവിടുത്തെ അച്ഛന് കൂടിയെന്ന 10-62 വയസ്സേ ഉള്ളൂ. എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിമിഷ നേരം കൊണ്ട് അയാൾക്ക് അറ്റാക്കായി, അയാൾ മരിച്ചുപോയി. ഓരോ പ്രശ്നങ്ങൾ. അവസാനം അവർക്ക് ഒരു ജോത്സ്യനെ കണ്ടുപോയി അവർ പ്രശ്നം വെപ്പിച്ചപ്പം ചോദിച്ചു, നിങ്ങളുടെ പൂജാമുറി ഇന്നവർക്ക് നിങ്ങൾ കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ ദുർനിമിത്തങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതും നിങ്ങൾക്ക് അനുഭവിക്കുന്നതും എന്ന് പറഞ്ഞു. അതിന് അങ്ങേര് കുറേ പരിഹാര കർമ്മങ്ങളും ക്രിയകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നവൾക്ക് ക്രിസ്ത്യാനിക്കും പെൺകുട്ടിയാണ്, അവൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, എന്നിട്ട് ചെയ്തു പോയതാ തിരുമേനി, ഇനി അതിനെന്താ പരിഹാര കർമ്മങ്ങളെന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചാൽ ഏകദേശം നിങ്ങൾ ആ ഫോട്ടോസ് ഏതൊക്കെ ആയിരുന്നു എന്നുള്ളത് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നവൾക്ക് ദേവിയുടെ ഉണ്ടായിരുന്നു, കൃഷ്ണൻ്റെ ഉണ്ടായിരുന്നു, അയ്യപ്പൻ്റെ ഉണ്ടായിരുന്നു. ഇനി ഉണ്ടായിരുന്ന ഫോട്ടോയുടെ ഏകദേശം
അവർക്കറിയാവില്ല അതൊക്കെ. അപ്പം പറഞ്ഞു അങ്ങനെയുള്ള അമ്പലത്തിലെല്ലാം പോയി നിങ്ങൾ ഇന്ന വഴിപാടുകൾ ചെയ്യണം എന്ന് പറഞ്ഞ് അതിൻ്റെ പരിഹാര കർമ്മങ്ങളും അയാൾ എഴുതി പിറക്കിയെല്ലാം കൊടുത്തു വിട്ടു. ഇപ്പം അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട് അവർ. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളോട്, നമുക്ക് ഇഷ്ടം തോന്നി മേടിച്ചുകൊണ്ട് വരികയും നമുക്ക് അതിന് കുറവുകളുണ്ട്, അല്ലെ പൊടി പറ്റി അഴുക്ക് പറ്റി എന്ന് ഓർത്തുകൊണ്ട് അടുത്ത പുതിയത് കാണുമ്പോൾ ഇതുകൊണ്ട് കുപ്പത്തൊട്ടിൽ കളയുകയും ഒരിക്കലും ചെയ്യരുത്. അത് അവിടെ ഇരുന്നോട്ടേന്നേ. ഇല്ലേ നമ്മുടെ പൂജാമുറിയിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അത് ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ അടുക്കി പിറക്കി നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് അറിയത്തില്ലാത്തവരാണ് ഈ തെറ്റ് ഒരു കാലത്തും ചേരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ അപ്പനും അമ്മയ്ക്കും പ്രായമായി, അല്ലെ നമ്മുടെ മക്കളുടെ കയ്യിൽ അല്ലെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ട്, അല്ലെങ്കിൽ അവൻ ഇച്ചിരി മോശപ്പെട്ടവനാന്ന് പറഞ്ഞ് നമ്മൾ ഒട്ടനെ തള്ളിക്കളയുവാണോ ചെയ്യുന്നത്? അല്ലെ എവിടെയെങ്കിലും കൊണ്ട് കുപ്പത്തൊട്ടി കൊണ്ട് കളയുമോ? ഇല്ല. അവരെ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ മക്കൾക്കോ അല്ലെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ജീവനുള്ളത് പോണൊക്കെ ഇതും അതുപോലെ തന്നെ ജീവനുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുന്നവണക്കല്ലേ നമ്മൾ ദൈവങ്ങളോട് പോയി നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത്. അവർക്ക് അതിൻ്റെതായ ജീവനും ചൈതന്യവും ഒക്കെ ഉണ്ട്. ആ ചൈതന്യത്തിനെ നമ്മൾ കൊണ്ട് പുറത്തോട്ട് കൊണ്ടുവന്ന് കളയുന്നത് അതൊരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ. അത് എത്ര മോശപ്പെട്ടതായിക്കോട്ടെ, അത് അവിടെ ഇരുന്നോട്ടെ. ആരും ഈ തെറ്റിനെ ആവർത്തിക്കാൻ നിൽക്കരുത് കേട്ടോ. വെറുതെ വേണ്ടാത്ത ഫോട്ടോസും കാര്യങ്ങളും ഒന്നും നിങ്ങൾ മേടിച്ചു കൂട്ടരുത്. അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ കളയണമെന്ന് തോന്നുന്നത്. അധികമായി കഴിയുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. ഓക്കേ.